രാമജന്മഭൂമി വിഷയത്തിൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് അവർ ഇതുപോലത്തെ അവസരവാദമുള്ള ഒരു പാർട്ടി, ഒരു താൽക്കാലികമായ ഒരു വോട്ടിന് വേണ്ടി അവസരവാദിത്വം പറയുന്ന ഒരു പാർട്ടി ഈ ലോകത്ത് വേറെ ഉണ്ടാകണം. ഒരു മൂല്യവും ഇല്ലാത്തൊരു പോളിസി ഇല്ലാത്തൊരു പാർട്ടി കോൺഗ്രസ് അതല്ല. ഈ വിഷ്വൽസ് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ തീരുമാനം വന്നിട്ടുണ്ടാവും. ഞങ്ങൾ നന്നായി ആലോചിച്ച് പറയേണ്ട ഒരു പാർട്ടിയാണ്. അവർ സ്ഥായിയായി നിലനിൽക്കുന്ന തീരുമാനങ്ങളും നയങ്ങളുമാണ് വേണ്ടത്. കോൺഗ്രസ് ആ കാര്യത്തിൽ വളരെ സൂക്ഷ്മത കാണിക്കുന്നുണ്ട്. ലീഗിന് എപ്പോൾ വേണമെങ്കിലും വരാമെന്നും ഞങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നൊക്കെ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന വേർതിരിവ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളുകൾ CPM ആണ്. ഈ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ തകർക്കലാണ് CPMൻ്റെ ഏത് കാലത്തെ ശ്രമം. അവർക്ക് അടിത്തറയിൽ ഇളക്കം വന്നിട്ടുണ്ട്, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ലീഗിൻ്റെ പുറകെ പോകുന്നത്. കൃത്യമായ ഒരു സംഘടനയുടെ ദൗർബല്യം അല്ലെങ്കിൽ ഇത്തരം നിലപാടുകളില്ലായ്മ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസ് ഇതെല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. കേരള കോൺഗ്രസിലെ മാണി വിഭാഗത്തിന് കോൺഗ്രസിൽ നിന്ന് മുന്നണിയിൽ നിന്ന് പോകാനിടയാക്കിയത് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരാണ്. ഏത് മതത്തിലും എപ്പോഴും ആക്സസ് ഉള്ളത് കോൺഗ്രസും UDF ഭരിക്കുമ്പോഴാണ്, ഒരു അംശം വേണ്ട. പക്ഷെ എന്നാലോ എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയും കോൺഗ്രസ്. തീർച്ചയായിട്ടും അതിന് കുറച്ചുകൂടി സഹിഷ്ണുതയോട് കണ്ടാൽ പോലെ എന്നാണ് എന്റെ ചോദ്യം. സങ്കടം തോന്നാറുണ്ട്. ചങ്ക് തുറന്നു കൊടുത്താലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന ചില സാമൂഹിക സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷെ തൃശ്ശൂർ എങ്ങനെയാണ് അവരുടെ ഒരു ഹോട്ട് കേക്കായി മാറിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ്? അല്ല, അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും തൃശ്ശൂരെ കുറിച്ചിട്ട്. ഏതെങ്കിലും കേന്ദ്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തെങ്കിൽ അവർ മണ്ടന്മാരുടെ സ്വർഗത്തിലായിരിക്കും. തൃശ്ശൂരിലെ ജനങ്ങൾ നന്നായി അസസ് ചെയ്യും. ഒന്ന് തൃശ്ശൂർക്കാരുടെ പ്രത്യേകത സാംസ്കാരിക തലസ്ഥാനം മാത്രമായതുകൊണ്ടല്ല, ഭയങ്കരമായ ഒബ്സർവേഴ്സാണ്. എളുപ്പത്തിൽ അങ്ങനെ BJPക്ക് തൃശ്ശൂർ എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ ഇപ്പൊ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ പരാജയപ്പെട്ടെങ്കിൽ പോലും ആ സംസ്ഥാനങ്ങളിൽ ഏതാണ്ടൊരു നേരത്തെ ശരിക്കും 1% വോട്ടിലേക്ക് വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. കർണാടകത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ പോലും കോൺഗ്രസിനാണ് കൂടുതൽ വോട്ട് ഷെയർ ഉണ്ടായിരുന്നത്. ഇതെല്ലാം നമുക്ക് സമ്മതിക്കുന്നു. ഇപ്പൊ പോലും 4.5% വോട്ട് ഷെയറേ ഉള്ളൂ ഈ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു നിലപാടില്ലായ്മ കൂടി. ഇപ്പൊ തന്നെ രാമജന്മഭൂമി വിഷയത്തിൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ചൊരു വലിയ ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷൻ ആണെന്ന് അറിയാം. കാരണം അതവിടെ പങ്കെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഉത്തരേന്ത്യയിലെ വോട്ടുകളെ സ്വാധീനിക്കപ്പെടാം. പക്ഷെ പങ്കെടുത്താൽ തീർച്ചയായിട്ടും അത് കേരളത്തിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കാം. സോ ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലക്കുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നില്ല. CPM ആകട്ടെ ഇവിടെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാദേശിക പാർട്ടി മാറിയതുകൊണ്ട് വളരെ ഈസിലി അവർക്ക് എളുപ്പത്തിൽ ഇവിടുത്തെ കാര്യം മാത്രം നോക്കി തീരുമാനമെടുക്കാൻ കഴിയുന്നു. പക്ഷെ കോൺഗ്രസ് ഇതിൽ കുറച്ചുകൂടി ഉറച്ച നിലപാടുകൾ എടുത്ത് ഈ കാര്യങ്ങൾ വിശദമായ ആളുകളോട് പറയുകയും അവരുടെ അണികളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതല്ലേ എന്നാണ് എനിക്ക് ചോദിച്ചത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചോദ്യത്തിൽ തന്നെ ഉണ്ടായി. ഈ ചില പാർട്ടി, ഇപ്പോൾ CPMനെ പോലുള്ള പാർട്ടികൾ, CPM ആകെ നമ്മൾ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്തും ഇവിടുത്തെ സാഹചര്യം വെച്ച് എന്തും വിളിച്ച് പറയാം. ഞങ്ങൾക്ക് ഇതെല്ലാം കൂടി ആലോചിച്ച് പറയണ്ടേ? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കണ്ടോ, അവസാനം കണ്ടോ? ഈ വിഷ്വൽസ് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ തീരുമാനം വന്നിട്ടുണ്ടാവും. ഞങ്ങൾ നന്നായി ആലോചിച്ച് പറയേണ്ട ഒരു പാർട്ടിയാണ്. ഒരു സുപ്രഭാതത്തിൽ കയറി വൈകാരികതയ്ക്ക് കൂടെ പോകേണ്ട പാർട്ടിയല്ല. ഭയങ്കരമായി നേരത്തെ പറഞ്ഞില്ല, ഇപ്പോഴും UPയിലും ഒരു MP ഇല്ലെങ്കിൽ പോലും, ഒരു MP ഉള്ളോ സോണിയാഗാന്ധി, ഒരു MP ഉള്ളെങ്കിൽ പോലും ഞങ്ങൾക്ക് മിനിമം വോട്ട് എല്ലാ സ്ഥലത്തുണ്ട്. ഏത് ഗ്രാമത്തിൽ നരേന്ദ്രമോദി ജനിച്ച സ്വന്തം ഗ്രാമം ഞാൻ അവിടെ പോയിട്ടുണ്ട്, പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിട്ട്. ആ ഗ്രാമത്തിൽ ചെന്നാൽ പോലും കോൺഗ്രസ് ഉണ്ട്. മോദിയുടെ സ്വന്തം വീട് ജനിച്ച ഗ്രാമത്തിൽ. അപ്പം ഇത് അങ്ങനെയുള്ളൊരു പാർട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് പിടിച്ചെന്ന് പറയുമ്പോൾ CPM പറഞ്ഞ പോലെ പറയാൻ പറ്റുമോ? ഈ CPM തന്നെയാണ് മുമ്പ് EMSന്റെ ഉള്ളപ്പോൾ ഈ ബാബറി മസ്ജിദ് പൊളിച്ച് പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞ പാർട്ടിയാണ്. അവർ ഇതുപോലത്തെ അവസരവാദമുള്ള ഒരു പാർട്ടി, ഒരു താൽക്കാലികമായ ഒരു വോട്ടിന് വേണ്ടി അവസരവാദിത്വം പറയുന്ന ഒരു പാർട്ടി ഈ ലോകത്ത് വേറെ ഉണ്ടാകണം. ഒരു മൂല്യവും ഇല്ലാത്തൊരു പോളിസി ഇല്ലാത്തൊരു പാർട്ടി കോൺഗ്രസ് അതല്ല. കോൺഗ്രസിന് ഇത് കുറേ കൂടി ചിന്തിച്ച് തന്നെ പറയാൻ പറ്റും. പറയേണ്ട സമയത്ത് പറയും, തീരുമാനമെടുക്കും. അല്ല, അവിടെ ഒരുപാട് ഡാമേജ് കോൺഗ്രസിന് ഉണ്ടാവുന്നില്ല എന്നാണ് ഒരു ചോദ്യം. കാരണം നമ്മൾ സാധാരണ പറയുന്ന ഒരു വാചകമാണ്, സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി സഞ്ചരിക്കുമെന്ന് പറയുന്ന ഒരു വാചകം.
ഇതുപോലെ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനമെടുക്കാൻ വൈകുന്ന ഓരോ സമയത്തും CPM അതിന്റെ വലിയ തോതിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുകയാണെന്നുള്ള ഒരു കാര്യം ഇവിടുത്തെ KPCCയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സമിതിയോ ഒക്കെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുകയും അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പൊ രാമജന്മഭൂമി പ്രശ്നം മാത്രമല്ല, ഇപ്പൊ ഇതിനു മുമ്പ് ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തുമ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് ഇത്ര വലിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം മധ്യപ്രദേശിലെ രാജസ്ഥാനിലൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇവരൊരു ഐക്യദാർഢ്യ റാലി വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഒരു സ്ട്രാറ്റജിക് എറർ എപ്പോഴും കോൺഗ്രസിന് ഉണ്ടാവുന്നില്ല. കോൺഗ്രസിന് വളരെ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു പാർട്ടിയാണ്. ഇന്ന് കാണുന്ന ഇന്ത്യയുടെ എല്ലാ ബേസും കോൺഗ്രസ് ഉണ്ടാക്കിയ ബേസാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ ഇന്നത്തെ നമ്മുടെ എല്ലാ അടിസ്ഥാന ഭാഗം നോക്കിയോ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പാർട്ടിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പെട്ടെന്ന് ആലോചനകളില്ലാതെ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ഗുണകരമായ കാര്യമല്ല. ഈ കോൺഗ്രസ് നാളെ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പം നമ്മളൊക്കെ തലമുറ കഴിഞ്ഞാലും കോൺഗ്രസ് ഇന്ത്യ നിലനിൽക്കും. ഈ ഒരു പണാധിപത്യവും മസിൽ പവറും മണി പവറിൻ്റെ കാലം ഒരു കാലത്ത് മാറും. അപ്പോഴും ജനങ്ങൾക്കിടെ വിശ്വാസം ഉണ്ടാവുക നയപരമായി കുറേയും കൂടി ആഴത്തിൽ ആലോചിച്ച് പറയുന്നവരെ കൂടി ആളുകൾ നിൽക്കുള്ളൂ. വികാരത്തിൻ്റെ കൂടെ താൽക്കാലികമായിട്ട് ആൾ പോകും, പക്ഷെ വിവേകത്തിൻ്റെ കൂടെ അവസാനം നിൽക്കുള്ളൂ. നുണ ചുറ്റിക്കറങ്ങി വന്നാലും നുണ അവസാനം എത്തിച്ചേരുമ്പോൾ നുണയായിട്ട് അവസാനിച്ച് പോകും. സത്യം മെല്ലെ കാലെടുത്ത് വെക്കൊള്ളെങ്കിലും മെല്ലെ കാലെടുത്ത് വെച്ച് സത്യം സ്ഥായിയായി നിലനിൽക്കും. അത് യാതൊരു സംശയവും വേണ്ട. അവിടെ സ്ഥായിയായി നിലനിൽക്കുന്ന തീരുമാനങ്ങളും നയങ്ങളുമാണ് വേണ്ടത്. കോൺഗ്രസ് ആ കാര്യത്തിൽ വളരെ സൂക്ഷ്മത കാണിക്കുന്നുണ്ട്. ഈ പലസ്തീൻ വിഷയമായാലും ശരി, ഏക സിവിൽ കോഡ് വിഷയത്തിലായാലും ശരി, CPM ഒരു പടി മുന്നോട്ട് ചേർന്നുകൊണ്ട് കോഴിക്കോട് 2 വലിയ സമ്മേളനങ്ങൾ നടത്തി. ഇതിൽ ലീഗിനെ ക്ഷണിക്കുന്നു, ലീഗ് പോവോ എന്നുള്ളതാണ് പിന്നെ കോൺഗ്രസിൻ്റെ ഒരു ഭയം ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ ലീഗിനെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് CPM വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇ.പി. ജയരാജനെ പോലുള്ള നേതാക്കന്മാർ, അത് LDF കൺവീനറാണ് ഇ.പി. ജയരാജൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലീഗിന് എപ്പോൾ വേണമെങ്കിലും വരാമെന്നും ഞങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നൊക്കെ. ഇത്തരത്തിലുള്ള നിരന്തരമായ ശ്രമങ്ങൾ ലീഗിന്റെ നേതാക്കന്മാർ ചിലപ്പോൾ പോകുന്നില്ലെങ്കിൽ പോലും അണികൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കോൺഗ്രസ് നിരീക്ഷിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം, CPMന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ലീഗിൻ്റെ പിന്നിൽ പോണത്. അവർ പറഞ്ഞത് ഞങ്ങളുടെ ഭരണം കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ കീഴ്വഴക്കങ്ങളും മാറ്റി ജനങ്ങൾ 2ാം തവണ ഭരണം തന്നു, ഞങ്ങൾക്ക് അത്ര വലിയ അടിത്തറയും പിന്തുണയുണ്ട്. അങ്ങനെ അടിത്തറയും പിന്തുണയുള്ളവർ പിന്നെന്തിനാ ഈ ലീഗിൻ്റെ പിന്നിൽ പോണത്? അപ്പോൾ അതിനർത്ഥം എന്താ? അവരുടെ സ്വന്തം പഠനത്തിൽ, അവരുടെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെയുള്ള പഠനത്തിൽ അവർക്ക് അടിത്തറയിൽ ഇളക്കം വന്നിട്ടുണ്ട്, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ലീഗിൻ്റെ പുറകെ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ന്യൂനപക്ഷ വികാരങ്ങൾ പെട്ടെന്ന് പണ്ട് ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗ് ഒരു കോൺഗ്രസ് തീരുമാനമെടുത്തു. പാണക്കാട് ശിഹാബ് തങ്ങൾ മരണപ്പെട്ടു പോയി, അദ്ദേഹത്തോട് കേരളം കടപ്പെട്ടിരിക്കുകയാണ്. കേരളം കത്താതിരുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അടിയുറച്ച തീരുമാനമാണ്. അത് അത്ര സുലൈമാൻ സേട്ട് വരെ ലീഗ് വിട്ടുപോയി. അബ്ദുള്ള മദനി ഉൾപ്പെടെയുള്ള ആളുകളെന്ന് വികാരം കത്തിച്ചു. അയ്യനിലുണ്ടായത് എത്ര കാലം പിടിച്ചു വന്നു, ലാസ്റ്റ് എന്തുണ്ടായി? അത് ലീഗിൻ്റെ നിലപാടും ലീഗ് എടുത്ത പക്വതയേറിയ നിലപാടിൻ്റെ കൂടെ നിന്നു. CPMന് അന്നത്തെ നിലപാട് എന്തായിരുന്നു? ഇതേപോലെ തന്നെയാണ്. അപ്പോൾ CPM എന്നും ഈ രീതിയിൽ എവിടെയൊക്കെ കത്തിക്കാം അതെല്ലാം കത്തിച്ച് കലുഷിതമാക്കി കേരളത്തിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ തകർക്കലാണ് CPMൻ്റെ ഏത് കാലത്തെ ശ്രമം. കേരളത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ വർഗീയത വളർത്തുന്നൊരു വലിയ പങ്ക് CPMനുണ്ട്. കേരളം അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഈ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഹിന്ദുമുന്നണി ഉണ്ടായപ്പോഴും ജനസംഘം ഉണ്ടായപ്പോഴും BJP ഉണ്ടായപ്പോഴും കേരളത്തിൽ വലിയ വേരോട്ടം ഉണ്ടായിരുന്നില്ല. ഇന്ന് കേരളത്തിൽ മനുഷ്യൻ്റെ ഇടയിൽ ഈ വേർതിരിവ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന വേർതിരിവ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളുകൾ CPM ആണ്. CPMൻ്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചില സമീപനങ്ങളുണ്ട്. ആ സമീപനങ്ങൾ പക്വതയില്ലാത്ത രാഷ്ട്രീയ സമീപനമാണ്. CPMൻ്റെ പക്വതയില്ലാത്ത രാഷ്ട്രീയ സമീപനത്തിൻ്റെ വില കേരളത്തിലെ പൊതുസമൂഹം കൊടുക്കേണ്ടി വരികയാണ്. അല്ല, പക്ഷെ എന്നാൽ പോലും ഈ UDFന്റെ കൂടെ ശക്തമായി നിൽക്കുന്ന ലീഗിൽ ചില അടിയൊഴുക്കുകൾ ഉണ്ടായാൽ അത് അടുത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ലീഗൊക്കെ നല്ല ബന്ധമുള്ള ആളുകളാണ്. ലീഗിൻ്റെ പ്രവർത്തകരുമായും സാധാരണക്കാരുമായും അവരാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോണതിനോട് താല്പര്യമില്ല.
മേലെ വല്ല നേതാക്കന്മാർ ഈ അധികാരത്തിൻ്റെ വല്ല താല്പര്യത്തിന് വേണ്ടി വല്ല കൊച്ചു വർത്തമാനം പറയുന്നത് വല്ല വീഡിയോയിൽ ഇങ്ങനെ സ്കൂപ്പ് വരുന്നതും പോലും ഇവർ അസ്വസ്ഥരാകും. ഇവിടെ പാവപ്പെട്ട ലീഗ് പ്രവർത്തകന്മാർ ചായക്കടയിലിരിക്കുന്നവരും ഗൾഫിൽ KMCC-യിൽ വർക്ക് ചെയ്യുന്നവരും ഉൾപ്പെടെയുള്ള ലീഗ് പ്രവർത്തകരുണ്ട്. അവർ ലീഗിൻ്റെ ജിഹാദുകളാണ്. അവരെടുത്ത് ചോദിച്ചാൽ അവർ ഒരിക്കലും സമ്മതിക്കില്ല. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നവർക്ക് യോജിപ്പില്ല. പക്ഷെ തുടർച്ചയായി ഭരണത്തിലില്ലാതിരിക്കുന്ന ലീഗിനെ ഭയങ്കര ലീഗ് യൂത്ത് ലീഗും MSF-ഉം KMCC ലീഗിന്റെ 3 പ്രധാന ഘടകങ്ങളാണ്. ഗൾഫിലുള്ള KMCC, കേരളത്തിലെ യൂത്ത് ലീഗും MSF-ഉം അവര് ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രവർത്തകന്മാരെ ഈ കേഡറൈസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അധികാരത്തെക്കാൾ അപ്പുറത്ത് ആശയമാണ് വേണ്ടതെന്ന് അവർ പഠിപ്പിക്കുകയാണ്. ആശയ സ്ഫുടതയുള്ള ഒരു പാർട്ടി അണികളാക്കി അവർ മാറ്റുകയാണ്. അതിന് ഈ ലീഗിൻ്റെ യങ്സ്റ്റേഴ്സിന് നമുക്ക് സല്യൂട്ട് കൊടുത്തേ മതിയാകും. അത് ഒരു 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 തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് ലീഗിനകത്ത്. ആ തലമുറ മാറ്റം ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ലീഗ് പൂർണ്ണമായും റീഫ്രഷ് ചെയ്ത് ലീഗാവും. ആ ലീഗിന് ഗുണം നല്ല ക്വാളിറ്റിയുള്ള, പക്വതയുള്ള, ഇതേപോലെ തന്നെ ഐഡിയോളജിയുള്ള ലീഡർഷിപ്പായിട്ട് മാറും. ഈ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ UDF-ന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പൊ UDF എല്ലാ കാലത്തും ജയിച്ചുകൊണ്ടിരുന്നത് താങ്കൾ പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ ഫലപ്രദമായി നടപ്പാക്കിയ ഒരു പാർട്ടിയാണ്. എന്നാൽ KMയുടെ നേതൃത്വത്തിൽ ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലേക്കും അതുപോലെ മുസ്ലിം ലീഗ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലേക്കും പ്ലസ് കോൺഗ്രസിന്റെ ഒരു നായർ യുവ ബെൽറ്റിലേക്കും ഒക്കെ കടന്നു കയറാൻ കോൺഗ്രസിന് എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വലിയ തകരാറ് കേരളത്തിൽ പറ്റി എന്നുള്ളത്. അതായത് KMയുടെ പാർട്ടി നേരെ LDF-ലേക്ക് പോയി. KMയുടെ പാർട്ടി LDF-ലേക്ക് പോയത് കൊണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് അങ്ങോട്ട് ചായ് പോകുന്നു എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. നേരെ തിരിച്ച് അവർക്ക് അങ്ങനെ ആദ്യം ചായ് പോകുന്നതുകൊണ്ട് ഇവർ പിന്നീട് പോകേണ്ടി വന്നു എന്നാണ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ തന്നെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇപ്പൊ സമസ്ത പോലെയുള്ള വിഭാഗങ്ങൾ അവര് ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും EK സുന്നി വിഭാഗത്തിന്റെ പത്രം സുപ്രഭാത വഴി എഡിറ്റോറിയൽ എഴുതിയത് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവും. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയെ പുകഴ്ത്തിക്കൊണ്ടും കോൺഗ്രസിനെ എഴുത്തിക്കൊണ്ടും കോൺഗ്രസ് ആണ് ഇതിന് കാരണം വെച്ചതൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് സാമാന്യമായ ഒരു അണികളുടെ ജനത്തിനിടയിലോട്ട് ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നില്ല. കോൺഗ്രസിനെ എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത് കോൺഗ്രസ് വളരെ ശക്തിപ്പെടുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പരിഹാരം എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു ചോദ്യം കൂടി ഇതിനൊപ്പം ചോദിച്ചിട്ട് രണ്ടിനും കൂടി ഉത്തരം പറഞ്ഞാൽ മതി. കാരണം അഖിലേന്ത്യാ തലത്തിലും BJP-യും കോൺഗ്രസും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഫൈറ്റിങ്ങിന്റെ ഒരു സക്സസ് റേറ്റ് കോൺഗ്രസിനുള്ളത് BJP-യുമായി നേരിട്ട് ഫൈറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ 5%. ബാക്കി പഞ്ചാബിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് MP-മാർ കഴിഞ്ഞോണം വന്നേക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായ ഒരു സംഘടനയുടെ ദൗർബല്യം അല്ലെങ്കിൽ ഇത്തരം നിലപാടുകളില്ലായ്മ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസ് ഇതെല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഞങ്ങൾക്ക് ആദ്യത്തെ ഇതിനുള്ളത് കേരള കോൺഗ്രസിലെ മാണി വിഭാഗത്തിന് കോൺഗ്രസിൽ നിന്ന് മുന്നണിയിൽ നിന്ന് പോകാനിടയാക്കിയത് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരാണ്. ആ ജോസഫും മാണിയും തമ്മിലുള്ള വിഷയം തീർക്കുന്നതിൽ ഞങ്ങൾ ഒരു നല്ല മീഡിയേറ്റർഷിപ്പ് എടുക്കേണ്ടതായിരുന്നു. അവിടെ എടുത്ത ഞങ്ങളുടെ നിലപാട് പാളിപ്പോയി. അത് ഞങ്ങൾ തുറന്നു സമ്മതിക്കുകയാണ്. ഞാനത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സമിതി യോഗത്തിൽ ഓപ്പണായി പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് പറയാൻ മടിയില്ല. ആ വിഷയം തീർക്കലാകേണ്ടതായിരുന്നു കോൺഗ്രസിൻ്റെ. മാക്സിമം അത് സെറ്റ് ചെയ്യാനാണ് കോൺഗ്രസ് മുൻകൈ എടുക്കേണ്ടത്. അതിന് ഞങ്ങൾക്കൊരു ചെറിയ അബദ്ധം പറ്റി. പിന്നെ പഴയ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടി കോൺഗ്രസ് എല്ലാ കാലത്തും ഭയങ്കരമായി ശ്രമിച്ചിട്ടുണ്ട്. CPM പോലെയൊന്നുമല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുമ്പോൾ, പാർട്ടി ആളുകൾ തീരുമാനിക്കുമ്പോൾ എല്ലാ കമ്മ്യൂണിറ്റിയെയും ഞങ്ങൾ എടുക്കും. CPM അങ്ങനെ എടുക്കാൻ എവിടെയും കണ്ടിട്ടുണ്ടോ? CPI എടുക്കാൻ കണ്ടിട്ടുണ്ടോ? CPI കേരളത്തിൽ ഒരു ഘട്ടത്തിലും മന്ത്രിമാരും വന്നപ്പോൾ ഒരൊറ്റ കമ്മ്യൂണിറ്റി എല്ലാ മന്ത്രിമാരെയും എടുത്തു. CPM അങ്ങനെ എവിടെയെങ്കിലും നോക്കിയെടുക്കാറുണ്ട്? ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യം ചെയ്താൽ ആരും അംഗീകരിക്കില്ല. അന്ന് CPI-യും LDF മുന്നണി ഇത് ചെയ്തപ്പോൾ ഒരാളും കോൺഗ്രസ് അങ്ങനായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി മാത്രം 4-5 മന്ത്രി വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി മാത്രം മന്ത്രിമാരെടുത്താൽ എന്താകുമെന്ന് കേരളത്തിലുണ്ടാകാവുന്ന മറ്റ് സംഭവങ്ങളുടെ ഞങ്ങൾ ദേവസ്വം ബോർഡിലേക്ക് തന്നെ ഒരാളെ വയ്ക്കുമ്പോൾ എല്ലാ സമുദായ സംഘടനകൾക്കും പ്രാധാന്യം കൊടുക്കും. ഇപ്പം എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കണ്ട. ഏത് സമുദായ അത് ഞങ്ങൾ പ്രാതിനിധ്യം കൊടുത്ത ഏതെങ്കിലും സമുദായ സംഘടനകൾ ഞങ്ങളിപ്പോൾ സഹായിക്കുന്നുണ്ട്, ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എല്ലാ സമുദായ സംഘടനകളെയും ഞങ്ങളുടെ ഭരണകാലത്ത് ദേവസ്വം ബോർഡിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വെച്ചിട്ടുണ്ട്. ആ ആളുകളെ പിന്നീട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളെ ബ്ലാങ്കായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല. പല സമൂഹത്തിനും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി താൽക്കാലികമായി മാത്രം കസ്റ്റഡിയിലുണ്ടായിരുന്ന പാട്ട വ്യവസ്ഥയുടെ ഭൂമികൾ പല സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി പലരുടെയും
അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര സേവന സ്ഥാപനങ്ങൾക്കൊക്കെ ഞങ്ങൾ അത് ഗവൺമെൻറ് ഡിസിഷൻ എടുത്തിട്ട് പിന്നെ ഗവൺമെൻറ് നിശ്ചയിച്ച വിലയ്ക്ക് തിരിച്ച് അവർക്ക് തിരിച്ചു അവർ കൊടുത്തിട്ടുണ്ട്. അവരാരും പിന്നെ പലപ്പോഴും ഞങ്ങളെ ആത്മാർത്ഥമായി സഹായിച്ചിട്ടില്ല. ഏത് സമുദായത്തിനും ഏത് മതത്തിനും എപ്പോഴും ആക്സസ് ഉള്ളത് കോൺഗ്രസും UDF ഭരിക്കുമ്പോഴാണ്, ഒരു അംശം വേണ്ട. പക്ഷെ എന്നാലോ എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയും കോൺഗ്രസ് UDF. കോൺഗ്രസിന് എല്ലാവർക്കും ചെണ്ട പോലെ ഏത് കോലും കൊണ്ടെന്ന് എല്ലാവർക്കും കൊട്ടാം. ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് സങ്കടത്തോടെ കൂടെ അയവറക്കാറുണ്ട്. എന്തൊരു നീതി നിഷേധമാണ്. ഞങ്ങൾ ഒരു സമുദായത്തെ ഞങ്ങൾ വെറുപ്പിക്കാറില്ല, ഒരു സമുദായത്തിൻ്റെ ന്യായം തള്ളിക്കളയാറില്ല. ഏത് ചെറിയ സമുദായം അടക്കം, അത് SC ആയാലും ST ആയാലും OBC ആയാലും അപ്പർ ക്ലാസ് ആയാലും മൈനോറിറ്റി ആയാലും എല്ലാവരും ചെറിയ കൊച്ചു കമ്മ്യൂണിറ്റിയെ വരെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും. എന്നാലോ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെതെല്ലാം ആനുകൂല്യം മേടിക്കും, ഞങ്ങളെല്ലാം സപ്പോർട്ടും മേടിക്കും. ഒരു ഇത് കഴിഞ്ഞാൽ ഞങ്ങളെ കറിവേപ്പില പോലെ പുറത്തിടും. അധികാരത്തിൽ വരുമ്പോൾ CPM ഒരു ചുക്ക് ഇതാർക്കും ചെയ്ത് കൊടുക്കുകയില്ല. എന്നാൽ ഞങ്ങളുടെ കൊച്ചു കൊച്ചു കുറ്റങ്ങളും കുറവുകളും പറയാനേ ആളുകൾ ഉണ്ടാവുള്ളൂ. ഇത് പലപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട്. ചങ്ക് തുറന്നു കൊടുത്താലും ചെമ്പരത്തിപ്പുവാണെന്ന് പറയുന്ന ചില സാമൂഹിക സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. അത് സ്വാർത്ഥതയുടെ ഭാഗമാണ്. ഓരോരുത്തരുടെയും അപ്പോഴേക്കപ്പോൾ വേണ്ടിയുള്ള ആവശ്യങ്ങളുടെ ഭാഗമാണ്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ TN പ്രതാപന്റെ നേരെ പേഴ്സണലി വ്യക്തിപരമായ ചില ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. താങ്കൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയി ചെയ്ത ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് താങ്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു താങ്കളുടെ മകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ചില ആളുകൾ അതിനെ പറഞ്ഞതും ഒരു പെർസ്പെക്റ്റീവ് തന്നതും അങ്ങനെ ഒരു MP സ്വീകരിക്കാമോ, തീർച്ചയായിട്ടും പിന്നീട് അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ എനിക്കറിയാം താങ്കളുമായി നേരിട്ട് പഠിച്ചിരുന്നതാണ്, അത്തരം സൗഹൃദം ഉണ്ടായതാണ് എന്നൊക്കെ അറിയാം. അത്തരം വിമർശനങ്ങളെ താങ്കൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് താങ്കൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടോ പേഴ്സണലി, എങ്ങനെയാണ് കണ്ടത്? എന്നെ അറിയുന്ന ആൾക്ക് മുഴുവൻ അറിയാം, അറിയാത്തൊരു വേറെ രീതിയിൽ കാണുമല്ലോ. ഞാൻ നാട്ടിക ശ്രീനാരായണ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ സീനിയറായി പഠിച്ചാലാണ് അഷ്റഫ് അലി പറഞ്ഞത്. ഞാൻ KSUവിൻ്റെ നാട്ടിക കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സ്ഥാനാർത്ഥിയായിരുന്നു. നാട്ടിക കോളേജിലെ KSUവിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായിരുന്നു അഷ്റഫ് അലി. വളരെ സാധാരണയായ അന്നത്തെ ഒരു അഷ്റഫ് അലിയുടെയും ജ്യേഷ്ഠൻ യൂസഫലിയുടെയും വീടുണ്ട്, വളരെ സാധാരണ. ഞാനൊരു ചെറിയ കുടിലിൽ നിന്ന് പോകുന്നു, തൊട്ട് ഒരു ചെറിയ ഒരു വീടും സൗകര്യവും. അന്ന് മുതലേ എൻ്റെ ആ വീട്ടിലത്തെ ഒരു കുടുംബ അംഗമാണ് ഞാൻ, സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മകൾക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി MBBS-ന്, അമൃതയുടെ എൻട്രൻസ് എഴുതിയിട്ട്. അതിൻ്റെ ഫീസ് കൊടുക്കുന്ന സന്ദർഭത്തിൽ അഷ്റഫ് അലിയുടെ അടുത്ത് പറഞ്ഞു, നീ ഒരുമിച്ച് പഠിച്ചാണ്. അവർക്ക് ചാരിറ്റി ഉണ്ട്, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ വാപ്പയും ഉമ്മയും വാഹനാപകടത്തിൽ മരണപ്പെട്ടവരാണ്. അന്ന് മുതൽ അത് യൂസഫ് അലി അഷ്റഫ് അലിയുടെ ഫാമിലി പഠിപ്പിക്കുന്നുണ്ട്, ഗൾഫാർ മുഹമ്മദിന്റെ ഫാമിലി പഠിപ്പിക്കുന്നുണ്ട്, ഈ BNC മേനോൻ ട്രസ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ നാട്ടിൽ ഒരുപാട് ട്രസ്റ്റുകൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു വളഞ്ഞ വഴി കൂടല്ല, അവരുടെ NRE നിന്ന് അമൃതയുടെ NRE അക്കൗണ്ടിലേക്ക് അവർ ഫീസ് അടച്ചിട്ടുണ്ട്. ഞാനത് എനിക്ക് വേണ്ടി മറച്ചു വയ്ക്കായിരുന്നില്ലേ, എനിക്ക് പറയാതെ ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ബോധപൂർവ്വം എഴുതിയാണ്. എന്നെ പോലത്തെ ഒരു MLA മാത്രമായിരുന്നു എനിക്ക്, എൻ്റെ യാതൊരു ഇതുണ്ടല്ല. എൻ്റെ സുഹൃത്ത് അവരെ മകളെ പോലെ കണക്കാക്കി സഹായിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലൊരു ഒരു തെറ്റും അന്നും കണ്ടിട്ടില്ല. അതിനെ വിമർശിച്ച ആളുകളുണ്ടായി, ഞാൻ അതിനൊക്കെ വളരെ പുഞ്ചിരിയോടെ. ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഒരിക്കൽ PC ജോർജ് താങ്കളെ കുറിച്ച് ഉന്നയിച്ചത്, താങ്കളൊരു അതായത് വളരെ സാധാരണ കുടുംബത്തിൽ വന്നതാണ്, പക്ഷെ അതെല്ലാം മറന്നിപ്പം ജീവിക്കുന്നു. കാരണം അതിനായി അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം, ഒരു ഇന്നോവ മേടിച്ചു, പുതിയ ഇന്നോവ മേടിച്ചിട്ട് ഉടനെ തന്നെ എന്നെ കളർ മാറ്റി പെയിന്റ് ചെയ്തു എന്നൊക്കെയുള്ള ഒരു ആരോപണമാണ്. എങ്ങനെയാണ് PC ജോർജിന്? ഞാൻ വാസ്തവമുള്ളതാണ്. PC ജോർജ്, ഞാൻ കോൺഗ്രസിന് നിയമസഭാ കക്ഷി ചീഫ് വിപ്പായിരുന്നു. PC ജോർജ് അന്ന് UDF-ന്റെ ചീഫ് വിപ്പാണ്. നെല്ലിയാമ്പതിയിൽ പിന്നെ വനഭൂമി ചില തോട്ടം മുതലാളിമാർ കൈയേറി വനഭൂമി. വനംവകുപ്പ് അത് വനഭൂമിയാണെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. എന്നാൽ PC ജോർജ് ആ തോട്ടം മുതലാളി കൊണ്ടുവന്നിട്ട് അവർ കൈയേറി കൈവശപ്പെടുത്തിയത് അവരുടേതാണെന്ന് അവർക്ക് അതിനെ കൊടുക്കുന്ന വാശി പിടിച്ചു. ഞാൻ മാതൃഭൂമി എഡിറ്റോറിയൽ പേജിൽ ലേഖനം എഴുതി, ഇതിലെ ഡേറ്റാസ് മുഴുവൻ കളക്ട് ചെയ്തിട്ട്
ഞാനൊരു പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്, പരിസ്ഥിതി പ്രവർത്തകനെ ആണ്, സജീവമായ പരിസ്ഥിതി പ്രവർത്തകർ കോളേജ് പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും VCR എന്നെ സാമുദായികമായി ആക്ഷേപിച്ചു, വംശാക്ഷേപം നടത്തിയത്. കടപ്പുറത്ത് ജനിച്ച കടലിൻ്റെ മോനായ മീൻപിടുത്തക്കാരൻ്റെ മോനായ പ്രതാപന് ഈ കാടിലെ കാര്യം നാട്ടിലെ കാര്യമൊക്കെ അന്വേഷിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു. അതിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു അന്ന്. പക്ഷെ അതിന് VD സതീശനും ഹൈബി എഡൻ, PT ബൽറാം, KM ഷാജി, MV ശ്രേംസ് കുമാർ തുടങ്ങിയ എൻ്റെ സഹപ്രവർത്തക സുഹൃത്തുക്കൾ അത് ഏറ്റെടുത്തു. അങ്ങനെ ഞങ്ങളൊരു ഹരിത മൂവ്മെന്റ് ഉണ്ടാക്കിയത്. ഗ്രീൻ പൊളിറ്റിക്സ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു കേരളത്തിൽ. ഹരിത MLA ഞങ്ങളൊക്കെ അന്ന് പിന്നീട് ഞങ്ങൾ ഹരിത MLA എന്ന് വിളിക്കലായി. ഞങ്ങൾ പുതിയൊരു രാഷ്ട്രീയം തന്നെ ക്രിയേറ്റ് ചെയ്തു കേരളത്തിൽ. അഴിമതിക്കെതിരെ, പരിസ്ഥിതി ദംശനത്തിനെതിരെ, വർഗീയവൽക്കരണത്തിനെതിരെ, അതേപോലെ തന്നെ ഈ കേരളത്തിലുണ്ടായ വയലൻസിനെതിരെ, പൊളിറ്റിക്കൽ വയലൻസിനെതിരെ ഞങ്ങൾ വലിയ ക്യാമ്പയിൻ ആരംഭിച്ചു. അത് പാർട്ടിക്കകത്ത്, മുന്നണിക്കകത്ത്, കേരള രാഷ്ട്രീയത്തിൽ. CPM ഒന്നും ആരും വന്നില്ല. ഒരു പാർട്ടി ചട്ടക്കൂട് വിട്ടു അവർക്ക് ധൈര്യമില്ല. ഞങ്ങളെ ചട്ടക്കൂടൊക്കെ പൊളിച്ച് അനീതിക്കെതിരെ തുറന്നു ഉള്ളൊരു പാർട്ടി. ഞാൻ ഒരുപാട് തവണ പാർട്ടി അതിൻ്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ വിമർശനത്തിന് വിധേയനായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ അടക്കം വിമർശനത്തിന് വിധേയനായിട്ടുണ്ട്. ധൈര്യമായി നിന്ന് നിലപാടിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആ വിരോധം PC തോമസ് ജോർജിനോട് എന്നോടുണ്ടായിരുന്നു. ഞാൻ ലോൺ എടുത്തതാ ഇന്നോവ വണ്ടി. ആ ലോൺ ഇപ്പം അടുത്ത് ആണ് അടഞ്ഞു തീർന്നത്. ആ ലോൺ എടുത്ത വണ്ടിക്ക് പെയിന്റ് മാറ്റി ഒരു ബാലിശമായ കാര്യം പറഞ്ഞു. അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യാന്നല്ലാതെ PC ജോർജ് ആ പറഞ്ഞൊക്കെ നമ്മൾ ആരെങ്കിലും മുകളിൽ എടുക്കാറുണ്ട്. അത് ഇഗ്നോർ ചെയ്തു. ഞാൻ DC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ്, MLA ആയിരിക്കണ കാലത്ത് അത് ഇഗ്നോർ ചെയ്തു. നോർമലിനടുത്ത് ചോദിച്ചാണ് ഇതുപോലെ തന്നെ വന്നൊരു വലിയ വിവാദം എന്ന് പറയുന്നത്, വലിയ വിവാദം എന്നല്ല മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഉയർത്താതെ, പക്ഷെ മറുനാടൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദം, താങ്കൾ ഒരു മദ്യവീശി നിൽക്കുന്ന റിപ്പോർട്ട്, എന്താണ് അതിന്റെ വാസ്തവം ഉണ്ടായത്? താങ്കൾ അതൊരു വീഡിയോ പുറത്തേക്ക് ഇറക്കുകയൊക്കെ ചെയ്തു. ശരിക്കും അതിനുശേഷം ഞാൻ ഇപ്പോൾ ഓർക്കാനുള്ളത് കാരണം എന്താ വെച്ചാൽ മറുനാടിനെതിരെ ചില പ്രതികരണങ്ങൾ, പ്രശ്നങ്ങളൊക്കെ മറുനാടൻ ഫേസ് ചെയ്തപ്പോൾ, കേസുകൾ ഫേസ് ചെയ്തപ്പോൾ പല കോൺഗ്രസ് നേതാക്കന്മാരും മറുനാടിനെ അകമഴി ജാതിവേല സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ട് ചെയ്തപ്പോൾ അപ്പോഴും താങ്കൾ വളരെ ഒരു ട്രാൻസ്പെറന്റായി വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിലപാട് ശരിയോ തെറ്റോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ താങ്കൾ വന്നിട്ട് പറഞ്ഞത് എനിക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, കാരണം ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ഈ രണ്ടിന്റെയും യാഥാർത്ഥ്യം? ഞാൻ ചായ കുടിക്കൂല, കാപ്പി കുടിക്കൂല, കള്ളൊഴിച്ചിട്ടുണ്ടാക്കണം നമ്മളെ കള്ളപ്പണ്ട്, അതുപോലും കഴിക്കില്ല. എനിക്കൊരു നിലപാടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മദ്യത്തിനെതിരെ സമരത്തിന് പോയ ആളാണ്. നാട്ടിക സ്കൂളിൽ ഡിഗ്രി പഠിക്കുമ്പോൾ മന്മഥ സാറിൻ്റെ കൂടെയും കുമാരപ്പിള്ള സാറിൻ്റെ കൂടെയും അഴിമാവ് കടവിൽ കള്ളുഷാപ്പ് സമരം വളരെ കേരളത്തിൽ ഫേമസ് ആയ സമരമായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് പാട്ടയം കൊണ്ടുപോയി കള്ളു കുടിക്കാൻ വന്ന പാട്ടയമ കൊട്ടി സ്ത്രീകളെ കൂട്ടിയിട്ട് സമരത്തിന് പോയ ആളാണ്. ഞാനിവിടെ തലക്കുളത്ത് പഞ്ചായത്ത് പറയുന്നു 22ാമത്തെ വയസ്സിൽ. പഞ്ചായത്ത് പറയുമ്പോൾ ഹാൻസ്, പാൻ പരാഗ്, പാൻ മസാല നിരോധിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി കൊടുത്ത ആളാണ്. കേരളത്തിലെ മദ്യനയത്തിനെതിരെ, UDFന്റെ മദ്യനയത്തിനെതിരെ, കോൺഗ്രസിന്റെ മദ്യനയത്തിനെതിരെ, പിന്നെ പുതിയ ബാറുകൾ അനുവദിച്ചപ്പോൾ അതിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത് എൻ്റെ സ്നേഹിതനായ VD സതീശനുമായിട്ട് മാധ്യമങ്ങളിൽ കൂടെ തന്നെ സംവാദം ഉണ്ടായ ആളാണ്. എനിക്കൊരു നിലപാട് ചെറിയ പ്രായം മുതലുണ്ട്. എന്നെ അടുത്തറിയുന്ന ഏത് കുട്ടിക്കും അറിയാം. ഒരു കോംപ്രമൈസും നമ്മൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കാര്യത്തിൽ ചെയ്യാറില്ല. ഞാൻ ആരെ കണ്ടാലും തോളി കൈയിടും, ആരെ കണ്ടാലും ഒന്ന് അവരെ നെഞ്ചിൽ തട്ടി നിൽക്കും. ഞാൻ ദുബായിൽ വെച്ച് തോളി കയറ്റി നടക്കുമ്പോൾ ഞങ്ങൾ ഒരു ഓപ്പണായ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ദുബായിലൊരു വെള്ളം കുപ്പിയുണ്ട്, എന്താ പറയുക, പെരിയാർ വാട്ടർ എന്തൊരു വെള്ളം, അങ്ങനെ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തോളി കയറ്റി നിൽക്കുന്നതിനെ വെച്ചിട്ടാണ് വക്രീകരിച്ച് മറുനാടൻ ഞാൻ മദ്യലഹരിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റാതെയാണ് തോളി കയറ്റി നിൽക്കുന്നത്. അതിന് സ്റ്റെപ്പ് വയ്ക്കാതെയാണ് തോളി കെട്ടിക്കുന്നത്. ഞാൻ നടക്കുമ്പോൾ ഏതാണ് തവണയും എപ്പോഴും ഞാൻ ആരുടെയും കാണുമ്പോൾ ഒരേ സമയം ഞാൻ 5 ആളെ ഹാൻഡിൽ ചെയ്യും. ഒരാളെ കൈ കക്ഷത്തിൽ വയ്ക്കും, ഒരാളെ കയ്യിൽ പിടിക്കും. ഇത് തോളി കൂടെ കയ്യിലിട്ട് വേറെ ആളെ പിടിക്കും. 5 പേരെ ഒരേ സമയത്ത് സൗഹൃദം കാത്തുകൊണ്ടെടുക്കുന്ന ആളാണ് ഞാൻ. എന്നെ അറിയുന്ന ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. മറുനാടിനെയും വക്രീകരണ വാർത്ത കൊടുത്തപ്പോൾ ഞാൻ ആൾക്കെതിരെ മാനസിക കേസ് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ കോടതിയിൽ ആ കേസ് ഇപ്പോൾ എൻ്റെ പ്രൈവറ്റ് തന്നെയുണ്ട്, അതിൻ്റെ ട്രയലിലാണ്.
എൻ്റെ കൂടി വ്യക്തിത്വം. അല്ല, അല്ലെങ്കിൽ തന്നെ ഒരാൾ മദ്യപിക്കുന്ന അത്ര വലിയ തെറ്റാണെന്നൊന്നും വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ മദ്യപിക്കുന്നതുകൊണ്ടല്ല, ഞാൻ മദ്യപിക്കാത്ത ഒരാൾ തന്നെയാണ്. പക്ഷെ അത് വലിയൊരു തെറ്റാണെന്നോ പ്രശ്നമാണെന്നോ വിചാരിക്കുന്നില്ല. മദ്യപിക്കുന്ന MLA-മാരും ഒക്കെ നമ്മൾ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട്. അതിലൊന്നും ഇപ്പൊ അതൊരു വ്യക്തിപരമായ കാര്യം മാത്രമാണെന്നാണ് വിചാരിക്കുന്നത്. ഇതുകൊണ്ടാണ് താങ്കൾ ശരിക്കും മറുനാടനെതിരെ, അല്ലെങ്കിൽ പിന്നീട് കോൺഗ്രസ് മറുനാടനെതിരെയുള്ള മറുനാടന്റെ വാർത്തകൾ, കാരണം ആ വാർത്തകൾ അല്ലെങ്കിൽ മറുനാടനെതിരെ നടപടിയെടുത്തത് കൂടിപ്പോയി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടി ഗവൺമെന്റ് എടുക്കരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ നിലപാടിനെ താങ്കൾ അപ്പോഴും വളരെ ഇമോഷണലി വ്യക്തിപരമായിട്ട് കണ്ടോ എന്നുള്ളതാണ് എന്റെ വിഷയം. ഞാൻ മറുനാടനെതിരെ മറുനാടൻ രാഹുൽ ഗാന്ധിയെ അപമാനിച്ചു, അയാള് വാർത്ത കൊടുക്കേണ്ടേ, അയാളുടെ അവതരണം ഉണ്ടായിരുന്നു. KC വേണുഗോപാലിനെ അപമാനിക്കേണ്ടായി, മല്ലികാർജുന ഖാർഗേനെ അപമാനിക്കേണ്ടായി. രാഹുൽ ഗാന്ധിനെയും മല്ലികാർജുന ഖാർഗെയും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അപമാനിച്ച മറുനാടനെ മാത്രവൽക്കരിക്കേണ്ട കാര്യമില്ല. കാരണം മറുനാടൻ്റെ ഓരോ എപ്പിസോഡുകൾ നോക്കിയാൽ മനസ്സിലാവും വ്യക്തികൾ അത് അതിൽ അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. എങ്ങനെയാണോ യൂട്യൂബിൽ പിന്നെ സബ്സ്ക്രൈബർ ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കാന്നുള്ളത് അത്യാവശ്യം നല്ല സെൻസുള്ള കൂട്ടത്തിലായതുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിനെയും മല്ലികാർജുന ഖാർഗെനെയും KC വേണുഗോപാൽ ഉൾപ്പെടെ ആളുകളെ വ്യക്തിപരമായും രൂക്ഷമായും അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഒരാളെ പിന്നെ കോൺഗ്രസ് വികാരമുള്ള അല്ല, അത് കോൺഗ്രസ് കുറച്ചുകൂടി സഹിഷ്ണുതയോടെ കാണേണ്ടതല്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പൊ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ മുട്ടിൽ ആൻഡോ എന്ന് പറയുന്ന ആൻഡോ ബ്രദേഴ്സിന്റെ, മുട്ടിൽ ആൻഡോ എന്ന് അറിയപ്പെടുന്നതാണ്, നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷെ ആൻഡോ ബ്രദേഴ്സിൽ ആൻഡോ വന്നിരുന്ന ഒരു അഭിപ്രായം പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു വിമർശനമായിരുന്നു. തീർച്ചയായിട്ടും അതിന് കുറച്ചുകൂടി സഹിഷ്ണുതയോട് കണ്ടാൽ പോലെ എന്നാണ് എന്റെ ചോദ്യം. കാരണം ഇപ്പൊ നെഹ്റു ഒക്കെ പറഞ്ഞേക്കുന്നത് ഡോൺ സ്പെയർ മീ എന്നാണ് കാർട്ടൂണിസ്റ്റുകളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അവർ കുറെ കൂടി മര്യാദ പാലിച്ചിരിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനേക്ക് ഒരു കോൺഗ്രസ് ഇത്രമാത്രം ഒരു അറ്റാക്ക് ചെയ്യുന്ന മനോഭാവത്തോടി കാണേണ്ടതുണ്ടോ എന്നാണ്. ഇപ്പൊ താങ്കൾ KC വേണുഗോപാലിന്റെ തന്നെ പേര് പറഞ്ഞു. KC അതിനെ കുറിച്ച് പറഞ്ഞത് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് അദ്ദേഹത്തെ കുറിച്ച്, നിങ്ങളുടെ മുതലാളിയെ കുറിച്ച് എന്നൊക്കെയുള്ളതാണ്. ആ നിലവാരത്തിലേക്ക് ശരിക്കും കോൺഗ്രസ് പോകുന്നത് കഷ്ടമല്ലേ എന്നാണ്. അല്ലെ, പണ്ട് കാലത്തെ രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള വിമർശനം ആശയപരമായിട്ടാണ്. നമ്മൾ എടുക്കുന്ന ഒരു നിലപാടിനെ കുറിച്ച് വിമർശിക്കാം, രാഹുൽ ഗാന്ധി എടുക്കുന്ന ഒരു നിലപാടിനെ വിമർശിക്കാം, രാഹുൽ ഗാന്ധി സ്റ്റേറ്റ്മെന്റ് വിമർശിക്കാം, മല്ലികാർജുന ഖാർഗെയുടെ സ്റ്റേറ്റ്മെന്റ് വിമർശിക്കാം, KC വേണുഗോപാലിന്റെ നിലപാടിനെ വിമർശിക്കാം, എൻ്റെ നിലപാടിനെ വിമർശിക്കാം. ഞാൻ എൻ്റെ നിലപാടുകളെയും എൻ്റെ അഭിപ്രായങ്ങൾ വിമർശിക്കുന്നവർ ഭയങ്കരമായിട്ട് അവരുമായി ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു പോരായ്മ സത്യസന്ധമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരുത്തിനോട് ഞാൻ ഭയങ്കരമായി ഷെയർ ചെയ്യും, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാക്കും. ഞാനാണ് എൻ്റെ പോരായ്മ കണ്ടിട്ട് മിണ്ടാതെ എൻ്റെ സ്തുതി പറഞ്ഞേക്കാളും എനിക്കിഷ്ടം എൻ്റെ സത്യസന്ധമായ വിമർശനം നടത്തുന്ന ആളുകളെ. നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ, ഒരു പ്രസംഗം നടത്തിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ TV ചർച്ചയ്ക്ക് പോയാൽ അപ്പോൾ നമ്മളെ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജൊക്കെ വരുന്നുണ്ട്. ഞാൻ അപ്പോൾ അവർ തിരിച്ചു വിളിക്കും, താങ്ക് യു പറയും, ഞാൻ തിരുത്തും, എൻ്റെ പോരായ്മ തിരുത്തും. അങ്ങനെയല്ല ഉണ്ടായത്. ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പിന്നെ പേഴ്സണലായിട്ട് സംസാരിക്കുന്നത് അത് പണ്ടുണ്ടായിട്ടില്ല. നെഹ്റുവിൻ്റെ കാലത്ത് കാർട്ടൂൺ ശങ്കറൊക്കെ വരച്ചത് നെഹ്റുവിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടല്ല ഉണ്ടായത്. നെഹ്റുവിൻ്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാം നമുക്ക്, അതല്ല. ഇന്നത്തെ ഈ സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും വലിയൊരു സങ്കടം അത് പുതിയ ഒന്നാമത് സമൂഹ മാധ്യമ മത്സരങ്ങളാണ്. എങ്ങനെയാണോ യൂട്യൂബിൽ കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി നോക്കുക, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞത് ദുർവ്യാഖ്യാനം ചെയ്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ വിശ്വാസ്യതയെ തകർക്കുകയാണ്. പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനെ 10% പോലും എടുക്കുന്നത് നമ്മൾ സംസാരിക്കാറുണ്ട് ആളുകൾ. അത് ഞങ്ങൾ കണ്ടു, അത് കാര്യക്കാരില്ല, അത് വിശ്വസിക്കുക. അത് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്നു കുറച്ച് പേര് ചേർന്നിട്ട്. എന്നാൽ നന്നായി സോഷ്യൽ മീഡിയയിൽ സത്യസന്ധമായി പിന്നെ ഇൻട്രാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സും ഉണ്ട്, അതേപോലത്തെ പുതിയ യൂട്യൂബ് ചാനലുകളുണ്ട്. അവർ ആ സത്യസന്ധതയിൽ നിന്നും പുറകിലോട്ട് പോകില്ല, അവർക്ക് നിലനിൽപ്പുണ്ട്. മറ്റേതെല്ലാം ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു കുഴിയിൽ വീഴും നല്ലവരും. ഈ കോൺഗ്രസ് BJPയുടെ ഒരു പ്രതീക്ഷകളിൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം, BJP സെക്കൻഡ് വന്നിട്ടുള്ള ഒരു പാർലമെന്റ് സീറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്, അല്ലെങ്കിൽ അവർക്ക് മത്സരിച്ച് ജയിക്കാൻ ഏറ്റവും സൗകര്യമുള്ള സീറ്റ് തിരുവനന്തപുരമാണ്. പക്ഷെ തിരുവനന്തപുരത്ത് ശശി തരൂരാണ് മത്സരിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് മിക്കവാറും അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു തോന്നലുണ്ട്.
പക്ഷെ ഇവിടെ ഇപ്പോഴും എങ്ങനെയാണ് അവർക്ക് ആ കോൺഫിഡൻസ് ഉള്ളത് എന്നുള്ളത് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം ശരിക്കും അവിടെയാണ് കുറെ കൂടി അവർക്ക് സംഘടനാ ബലമുള്ളത്, RSSന്റെ സംഘടനാ ബലമുള്ളത്, ആക്ച്വൽ BJP വോട്ടുകളുള്ളത് അവിടെയാണ്. പക്ഷെ തൃശ്ശൂർ എങ്ങനെയാണ് അവരുടെ ഒരു ഹോട്ട് കേക്കായി മാറിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ്? അല്ല, അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും തൃശ്ശൂരെ കുറിച്ചിട്ട്. അവർക്കൊന്നും തൃശ്ശൂർ പഠിച്ചിട്ടുണ്ടാവില്ല. അവർ തൃശ്ശൂരുടെ ഒരു സോഷ്യൽ ബാലൻസിങ് അവർ പഠിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ 46% മൈനോറിറ്റിയുള്ളൊരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂൻസി തൃശ്ശൂർ, 46%. ഈ മണിപ്പൂരിന്റെ ഫീലിംഗ് ഒക്കെ ഇനി ആര് വേറെ അത് മാറ്റാൻ ശ്രമിച്ചാലും ഈ നിമിഷം വരെ പ്രധാനമന്ത്രിയോട് പോയില്ലല്ലോ. പാർലമെന്റ് ഞാനൊക്കെ കേട്ടിരിക്കല്ലേ പ്രധാനമന്ത്രി പ്രസംഗിക്കും, ഒരു അക്ഷരം മണിപ്പൂറിനെ പറ്റിയിട്ട് 4 സെക്കൻഡാണ് സ്ത്രീകൾ ഒരു 2 സെക്കൻഡ്. ആരെങ്കിലും വേറെ ഏതെങ്കിലും ആളുകൾ സാമുദായിക നേതാക്കന്മാര് വേറെ ഏതെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ സ്വാധീനം ശ്രമിച്ചിട്ട് തൃശ്ശൂർ മൈനോറിറ്റി വോട്ട് പിടിക്കാന്ന് ഏതെങ്കിലും കേന്ദ്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തെങ്കിൽ അവർ മണ്ടന്മാരുടെ സ്വർഗത്തിലായിരിക്കും. തൃശ്ശൂരിലെ ജനങ്ങൾ നന്നായി അസസ് ചെയ്യും. ഒന്ന് തൃശ്ശൂർക്കാരുടെ പ്രത്യേകത സാംസ്കാരിക തലസ്ഥാനം മാത്രമായതുകൊണ്ടല്ല, ഭയങ്കരമായ ഒബ്സർവേഷൻ, പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തിരുവനന്തപുരം ഈ വന്നു പോണ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ അതല്ല, ഭയങ്കര പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ ഉള്ളൊരു, എൻ്റെ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഇതുപോലെ ഒബ്സർവേഷൻ ഉള്ളൊരു ഡിസ്ട്രിക്റ്റ് വേറെ ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് 46% മൈനോറിറ്റി ഉള്ള സ്ഥലത്ത് BJPക്ക് ഇതല്ലാണ്ട് വേറെ യാതൊരു രക്ഷയില്ല ഒരിക്കലും. ഞങ്ങൾ കേൾക്കുന്ന വാർത്ത 100 കോടി രൂപയാണ് തൃശ്ശൂർ BJP സെൻട്രൽ ലീഡർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നേരിട്ടിട്ട് പ്രൈം മിനിസ്റ്ററും നേരിട്ടിട്ട് ആഭ്യന്തരമന്ത്രിയുമാണ് തൃശ്ശൂരിനെ കോൺസെൻട്രേറ്റ് ചെയ്ത്. അത് നല്ലതാണ്. തൃശ്ശൂർ മത്സരം BJPയും UDFും തമ്മിലാണ്, കോൺഗ്രസും BJPയും തമ്മിലാണ്, UDFും BJPയും തമ്മിലാണ്. ഇനി 100 കോടി BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം 100 കോടിയും സുരേഷ് ഗോപിയെ പോലത്തെ കോടിപതിയായ ആളും ആ പണം എല്ലാം കൂടി ഉപയോഗിച്ചിട്ട് എത്ര പണം ഒഴിക്കാനും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ആളുകളാണ് തൃശ്ശൂർക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. എൻ്റെ അനുഭവം കൊണ്ടാണ്. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ആളുകളും ഇവിടുത്തെ ആളുകളെ സംസ്കാരം അറിയുന്ന ആളെന്ന നിലയിൽ, അവരെ തൊട്ട് തലോടിയിട്ടുള്ള ആളെന്ന നിലയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. തൃശ്ശൂർക്കാർ എളുപ്പത്തിൽ അങ്ങനെ BJPക്ക് തൃശ്ശൂർ എടുക്കാൻ പറ്റില്ല. നമ്മൾ ശരിക്കും വോട്ടർമാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തി യൂത്താണെന്ന് പറഞ്ഞു. പക്ഷേ യൂത്ത് ഇപ്പം നമുക്കറിയാം, കേരളമൊക്കെ വലിയ രീതിയിൽ വളർന്ന് വികസിച്ച് ഒരുപാട് ആളുകൾ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുകയും അമേരിക്കയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കുട്ടികൾക്കും കൂടി അല്ലെങ്കിൽ യൂത്തിനും കൂടി കുറച്ചും കൂടി പ്രാധാന്യം തോന്നുന്ന, അല്ലെങ്കിൽ അവർക്ക് റോൾ മോഡലാണ് എന്ന് തോന്നുന്ന നേതാക്കന്മാർ മത്സരിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെയൊക്കെ ഭരണാധികാരികളായി വരുന്ന ആളുകൾ കുറച്ചും കൂടി വലിയ തരത്തിലുള്ള ആളുകളായിരിക്കണം, കുറച്ചും കൂടി ജ്ഞാനവും വൈജ്ഞാനിക തലത്തിലൊക്കെ കുറച്ചും കൂടി വലിയ ആളുകളൊക്കെ ആയിരിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ശശി തരൂരിനെ പോലെയുള്ള നേതാക്കന്മാരെയൊക്കെ അവർ വല്ലാത്ത രീതിയിൽ സ്വാഗതം ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആലോചനകൾ കോൺഗ്രസ് നടക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള ഐക്കണിക് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് കുറച്ചും കൂടി മാതൃകാപരമായ ചില സ്ഥാനാർത്ഥികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം വല്ലതും നടക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റ് പറഞ്ഞതാണ്, പുതിയ ആളുകളെ പ്രൊമോട്ട് ചെയ്യുക, നല്ല മിടുക്കന്മാരെ കണ്ടുപിടിക്കുക, ആ കഴിവുള്ളവരെ കണ്ടുപിടിക്കുക, അവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കുക. പക്ഷേ അതിനോട് മുഴുവൻ പൊരുത്തപ്പെടാത്ത കുറേ ആളുകൾ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുണ്ട്. അത് രാജസ്ഥാനിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, ഡൽഹിയിലുണ്ട്, അതേപോലെ പല സ്റ്റേറ്റിലുമുണ്ട്. രാഹുൽ ഗാന്ധി ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് അദ്ദേഹം അടിയുറച്ചിപ്പോഴും മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് പല സ്ഥലത്തും അദ്ദേഹം പലരെയും ക്യാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. കോൺഗ്രസ് ഈ 2024 പാർലമെന്റ് ഇലക്ഷൻ കൂടി കഴിഞ്ഞാൽ കോൺഗ്രസ് ഭയങ്കരമായി ഞങ്ങളൊരു മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ മിഷനിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഐഡിയ സൂചിപ്പിച്ചതാണ്. ന്യൂ ജനറേഷന് കാഴ്ചപ്പാടുള്ള ആളുകളെ, ഇൻ്റലക്ച്വലായ ആളുകളെ, വെറും പെറ്റി പൊളിറ്റീഷ്യൻസ് മാത്രമല്ല, സമൂഹത്തെക്കുറിച്ച് അറിയുകയും നാളെ എന്തായിരിക്കണം സമൂഹത്തിലെ മാറ്റം എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയിലും തൊഴിലില്ലായ്മ, ഈ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടി പോവാണ്. ചെറുപ്പക്കാർ ഇവിടുന്ന് തൊഴിലന്വേഷിച്ച് പോവാണ്. തൊഴിലില്ലായ്മയും മോഡേൺ എഡ്യൂക്കേഷനും അതേപോലെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റും അങ്ങനെയുള്ളതെല്ലാം കൺസെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള അത്തരത്തിൽ ഇൻ്റലക്ച്വലായ ഒരു പൊളിറ്റീഷ്യൻസിനെ കൊണ്ടുവരണം. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നം 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2029 ഞങ്ങൾ ആ മിഷൻ ഇപ്പം തന്നെ ഞങ്ങളുടെ മൂശയിൽ ഇങ്ങനെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അത് ഞങ്ങൾ ഊതിക്കാഴ്ച പൊന്നാക്കും.
എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ 2029 മിഷനും അതിലെന്താണെങ്കിലും ഒരു വലിയ മുന്നണി പോരാളിയെ മാറാൻ താങ്കൾക്കും കഴിയട്ടെ. ഇത്രയും സമയം അനുവദിച്ചതിന് ഒരുപാട് നന്ദി. രാത്രി ഇത്ര വൈകിയാണെങ്കിൽ താങ്ക് യു.